കലാകാരന്മാർ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകളാണ്. തൊട്ടാവാടികൾ എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ വളരെ നിഷ്കളങ്കരാണ് എല്ലാ കലാകാരന്മാരും എന്ന് ഞാൻ പറയുന്നില്ല. പൊതുവേ നമ്മൾ ആളുകളെടുത്ത് നോക്കുമ്പോൾ കലാകാരന്മാർ വളരെ സെൻസിറ്റീവാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പിണങ്ങാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇതുപോലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പിണക്കങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടിയും മുരളിയും. വളരെ മികച്ച രണ്ട് നടന്മാർ അല്ലേ. മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാൽ, അതുപോലെ തന്നെ മമ്മൂട്ടി, ഇവർ രണ്ടുപേരും, അതായത് ലാലേട്ടൻ, മമ്മൂക്ക എന്ന് നമ്മൾ പറയുന്ന ഈ രണ്ടാളുകളും മലയാള സിനിമയുടെ നെടുന്തൂണുകളാണ്. ഇവരുടെ ഒരു ഓവറായിട്ടുള്ള ഒരു ഹീറോയിസം കാരണം മാത്രം പിന്നിലേക്ക് പോയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ചില ആളുകൾ മാത്രം മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുരളി എന്ന് പറയുന്നത്. മാറ്റി നിർത്തുക എന്ന് വെച്ചാൽ ആ ഒരു ഹീറോയിസത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം. അഭിനയ മികവൊക്കെ ചില സിനിമകളിലൊക്കെ കാണുമ്പോൾ ഇവരെക്കാളൊക്കെ അപ്പുറമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും മമ്മൂട്ടിയും മുരളിയും തമ്മിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് അറിയില്ല. അത് മമ്മൂട്ടി തന്നെയാണ് തുറന്നു പറഞ്ഞത്. എന്തോ ഒരു പിണക്കം ഉണ്ടായി എന്നുള്ളത്. അത് മുരളിയുടെ വിയോഗം വരെ അത് മാറ്റാൻ, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ രണ്ടുപേർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ മരണശേഷം വളരെ വിതുമ്പലോട് കൂടെയുള്ള മമ്മൂട്ടിയുടെ സംസാരമൊക്കെ കേട്ടത്. ഇത് ആരുടെ ഭാഗത്താണ് തെറ്റ്, എന്താണ് സംഭവിച്ചതെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഓർക്കുന്ന സമയത്ത് വളരെ ഉള്ളിലൊരു വിങ്ങലുള്ള ഒരു കാര്യമാണിത്. കലാകാരന്മാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുക. എന്നാണ് നമ്മുടെ ജീവിതം അവസാനിക്കുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. പിന്നീട് ചിലപ്പോൾ നമുക്ക് അത് പറയാനും, അത് തെറ്റേറ്റ് പറയാനും, അവരെ ചേർത്ത് പിടിക്കാനും ഒരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല.